രശ്മി ഡൽഹിയിൽ നിന്ന് സഹായിച്ച സഹോദരിക്ക് അഭിനന്ദനം. രശ്മി, എടോ തന്നോട് ആരാ പറഞ്ഞത് സഹായമാണെന്ന്? നാഗാദേവി അങ്ങനെ ആരുടെ സഹായം പറ്റുന്ന ഒരാളാണ്. ആളല്ല. മേലെ വന്ന് എന്തേലാഴി വന്ന് എഴുതിയിടരുത് കേട്ടോ. ഇനി മേലാൽ മേലാൽ ഓർമ്മയിരിക്കട്ടെ. സഹായമെന്ന് പറഞ്ഞ എഴുത്ത് എൻ്റെ തത്സമയത്ത് കൊണ്ട് ഇടരുത് കേട്ടല്ലോ. നാഗാദേവി അങ്ങനെ അവശ്യമല്ല ആരുടെ സഹായം പിൻപറ്റാൻ. അത്രയ്ക്ക് കഴിവ് കെട്ടവളല്ല നാഗാദേവി. ഇനി മേലാൻ സഹായം എന്നൊരു വാക്ക് പോലും എൻ്റെ തത്സമയത്തിൽ വന്ന് പറയരുത് മൈരെ. അങ്ങനെ നാഗാദേവി ആരുടെ സഹായം പിൻപറ്റി കഴിയുന്ന ഒരു അവശ്യയായ ഒരു മൈരത്തിയല്ല, നന്നായിട്ട് ജോലി എടുക്കുന്നവളാണ്. സഹായം പോലും എന്ത് മൈര സഹായം? എനിക്ക് ആരുടെ സഹായം വേണ്ട. ഞാൻ ചെയ്യുന്നതും എന്നോട് ഇഷ്ടമുള്ളവർ ചെയ്യുന്നതും സഹായമല്ല, സേവനം, കൊടുക്കൽ വാങ്ങൽ, ദാനധർമ്മം, അതാണ് സഹായം പോലും. ഡൽഹിയിൽ നിന്നും തുണി അണിച്ച് തന്നോനയ്ക്കും അഭിനന്ദനം പോലും. അങ്ങനെ നീ ഇപ്പം അഭിനന്ദനം ഉണ്ടാക്കണ്ട, മതി നിർത്തുന്നു. ഇറങ്ങതായൂലി പോ. പിന്നെ എന്തോ പൂച്ചാനാ നീ എൻ്റെ തത്സമയത്ത് വന്നത്? ഇതൊക്കെ കേൾക്കാനല്ലേ വന്നത്? മതി നിർത്തുന്നു. വേറെ ടോപ്പിക്ക് പറ. ഇറങ്ങുമായില്ലേ പോ. ഇത് എൻ്റെ ഇടം. എൻ്റെ ഇടത്തിൽ എനിക്കുള്ള സ്പേസിൽ ഞാൻ സംസാരിക്കുന്നു. നിനക്കൊരു ഇടം വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു അഡ്രസ്സ് ഉണ്ടാക്കി നീ അവിടെ പോയി സംസാരിക്കും. നിനക്ക് വായുണ്ടോ, നാവുണ്ടോ, ഇന്ദ്രിയങ്ങളുണ്ടോ? കണ്ണും മൂക്കും ചെവിയും വായും നാവും എല്ലാം ഉണ്ടോ? നീ എന്തോ മൂച്ചാനിരിക്കുക? ഓ ചെന്ന് സംസാരിക്കും. ഇത് എൻ്റെ സ്പേസ്. എൻ്റെ സ്പേസിൽ എന്തു പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇറങ്ങുക വെളിയിൽ.